നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ മാന്തമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തമുണ്ടായത് ടെക്സ് 1 എന്ന ടയർ കമ്പനിയിൽ. സംഭവം തിങ്കളാഴ്ച പുലർച്ചെ. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക നിഗമനം. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ സാധ്യതയേറുന്നു. വേണാടിനു വേണ്ടിയുള്ള ആവശ്യം വീണ്ടും സജീവമാകാൻ കാരണം നിരവധി ട്രെയിനുകൾ പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ജനറൽ കോച്ചുകളുടെയും സ്റ്റോപ്പുകളുടെയും അപര്യാപ്തത ആവശ്യമുന്നയിച്ച് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും നിവേദനം നൽകിയത് വിവിധ സംഘടനകൾ. 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പത്തിരിപ്പാലയിൽ ട്രാഫിക് സംവിധാനം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ല. വർഷങ്ങളോളമായി ജനങ്ങളുടെ ആവശ്യം ഉയർന്നുവന്നത് ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ. ടൗണിലെ അനധികൃത പാർക്കിംഗ്, ഇടുങ്ങിയ റോഡുകൾ യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം. മാന്നാമംഗലം കട്ടിങ്ങൽ പ്രവർത്തിക്കുന്ന ടെക്സ് 1 എന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു തീപിടുത്തം. ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ 5 മണിയോടെയാണ് മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് 1 എന്ന ടയർ കമ്പനിയിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് പെട്ടത്. ഉടൻ തൃശൂരിലെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തൃശൂരിൽ നിന്ന് 3 യൂണിറ്റും പുതുക്കാട് നിന്ന് 1 യൂണിറ്റും ഫയർഫോഴ്സ് എത്തി 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. തീപിടുത്തത്തിൽ കമ്പനി പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. ടയറിൻ്റെ റീസോളിംഗ് ഭാഗമാണ് കമ്പനിയിൽ നിർമ്മിക്കുന്നത്. മൂർക്കനിക്കര സ്വദേശി പുഷ്കറിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥാപനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ സാധ്യതയേറുന്നു. നിരവധി ട്രെയിനുകൾ പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ജനറൽ കോച്ചുകളുടെയും സ്റ്റോപ്പുകളുടെയും അപര്യാപ്തതയാണ് വേണാടിന് വേണ്ടിയുള്ള ആവശ്യം വീണ്ടും സജീവമാകാൻ കാരണമായത്. ഉച്ചയ്ക്ക് 12:15 മുൻപ് ഷൊർണൂരിലെത്തുന്ന വേണാട് 2:35 വരെ ഷൊർണൂരിൽ നിർത്തിയിടും. ഈ സമയം നിലമ്പൂരിലേക്കും കോഴിക്കോട്ടേക്കും സർവീസ് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ആദ്യം റെയിൽവേ അറിയിച്ചെങ്കിലും റെയിൽവേ തള്ളിക്കളയായിരുന്നു. നിലമ്പൂരിൽ ക്രോസിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും സിംഗിൾ ലൈനിൽ ഓപ്പറേഷൻ അത്ര സുഗമമല്ല എന്നാണ് വിലയിരുത്തൽ. 22 കോച്ചുകളെ ഉൾക്കൊള്ളാനുള്ള പ്ലാറ്റ്ഫോമിലെ സാങ്കേതിക തടസ്സങ്ങൾക്ക് പുറമെ സമയക്രമത്തിൽ സാരമായ മാറ്റവും അരനൂറ്റാണ്ടിലേറെ സർവീസ് പാരമ്പര്യമുള്ള വേണാടിനെ സ്ഥിരയാത്രക്കാർക്ക് പ്രതികൂലമാകും. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്നും റെയിൽവേ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. പാലക്കാടിലൂടെ തിരുവനന്തപുരം കേരള എക്സ്പ്രസ്, എറണാകുളം ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട, ചാലക്കുടി പോലുള്ള സ്റ്റേഷനുകളിലേക്കുള്ള യാത്രക്കാർ ഇപ്പോഴും ദൂരത്തിലാണ്. വേണാട് എറണാകുളം ജംഗ്ഷൻ ഒഴിവാക്കിയെങ്കിലും വരുമാനത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞില്ല. പാലക്കാട് എക്സ്റ്റൻഷൻ ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും വിവിധ സംഘടനകൾ വഴി നിവേദനം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ റെയിൽ യൂസേഴ്സ് സിറ്റിസൺ ഫോറം, ലയൺസ് ക്ലബ്ബ് എന്നിവരും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ വിളിച്ച യോഗത്തിലും വേണാടിൻ്റെ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പത്തിരിപ്പാലയിൽ ട്രാഫിക് സംവിധാനം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ല. ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്താനാണ് സിഗ്നൽ സംവിധാനം വേണമെന്ന ആവശ്യം ഉയർന്നു വന്നത്. ടൗണിലെ അനധികൃത പാർക്കിംഗ്, ഇടുങ്ങിയ റോഡുകൾ ഇവയെല്ലാം ദുരിതം ഇരട്ടിയാക്കുന്നു. 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പത്തിരിപ്പാലയിൽ സിഗ്നൽ സംവിധാനം വേണമെന്നത് വർഷങ്ങളായുള്ള ജനകീയ ആവശ്യമായിരുന്നു. ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ സിഗ്നൽ സംവിധാനം അടിയന്തര ആവശ്യമാണ്. 3 പഞ്ചായത്തുകളിലെ സംഗമസ്ഥാനവും കൂടിയതിനാൽ വൈകിട്ടും രാവിലെയും ഉണ്ടാകുന്ന കുരുക്ക് ചില്ലറയല്ല. ടൗണിലാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ്, മറ്റു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂൾ വിടുന്ന സമയം തിരക്ക് മൂലം വാഹനയാത്രയ്ക്ക് പോലും തടസ്സമുണ്ടാകാറുണ്ട്. സ്കൂൾ, കോളേജ് വിടുമ്പോൾ 5000-ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് റോഡിലിറങ്ങി നടക്കുന്ന ദുരിതം നിറഞ്ഞ അവസ്ഥയാണ്. ഈ സമയം തിക്കും തിരക്ക് മൂലം ടൗൺ ഉയർപ്പുമുട്ടുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. ടൗണിലെ അനധികൃത വാഹന പാർക്കിംഗ്, ഇടുങ്ങിയ റോഡുകൾ ഇവയെല്ലാം ദുരിതം ഇരട്ടിയാക്കുന്നു. 7 വർഷം മുമ്പ് അന്നത്തെ MLA KV വിജയദാസ് സിഗ്നൽ സംവിധാനത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. പിന്നീട് അതിനുള്ള നടപടികൾ ഉണ്ടായില്ല. 2 MLAമാർ ഉൾപ്പെടുന്ന മേഖലയായിട്ടും സിഗ്നൽ സംവിധാനം ഒരുക്കാൻ നടപടിയെടുക്കാത്തത് അംഗീകരിക്കാനാകില്ലെന്ന് മണ്ണൂർ പഞ്ചായത്ത് അംഗവും ലീഗ് ജനറൽ സെക്രട്ടറി ലീഗ് ജില്ലാ കമ്മിറ്റി അംഗവുമായ VM അൻവർ സാദിഖ് പറഞ്ഞു.
ഒന്നുകിൽ ട്രാഫിക് സംവിധാനം അല്ലെങ്കിൽ ബൈപ്പാസ് നിർമ്മാണം ഇവ ഏതെങ്കിലും ഒന്ന് നടപ്പാക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. വാഹനങ്ങളുടെ ജനപ്പെരുക്കം, വാഹനങ്ങളുടെ പെരുക്കം കാരണം ഒരു ട്രാഫിക് സിസ്റ്റം കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. ഒരു ട്രാഫിക് സിസ്റ്റം ഇവിടെ സ്ഥാപിക്കണമെന്നുള്ളത്. അധികാരികൾ അത് വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം കുറ്റകരമായ ഒരു അനാസ്ഥയാണ്. വൈകുന്നേരങ്ങളിലും രാവിലെയും സ്കൂൾ വിടുന്ന സമയങ്ങളിൽ, കോളേജ് വിടുന്ന സമയങ്ങളിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, വാഹനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാലയിൽ വർഗീയ വിരുദ്ധ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പേരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പത്തിരിപ്പാലയിൽ വർഗീയ വിരുദ്ധ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. RSSകാരൻ കടലിന്റെ നടുവിൽ വായയിട്ട് നിഷ്കരിച്ചാലും അവനെ വിശ്വസിക്കാൻ പാടില്ല. അത് മുഹമ്മദ് വൈയുടെ വാലുക, ശശിധരന്റെ അല്ല. കടലിന്റെ നടുവിൽ മുസ്ലിമിനെ സ്വാധീനിക്കാൻ വേണ്ടി, അവൻ നിസ്കരിക്കാൻ വേണ്ടി കടലിന്റെ നടുവ് തിരഞ്ഞെടുത്താലും അവനെ വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താ? അപകടകാരിയാണ്. ഞങ്ങളുടെ പ്രശ്നം അതാണ്. ഞങ്ങളുടെ പ്രശ്നം എന്താ? ഈ വർഗീയതകളിൽ ഒന്നും മോശമല്ല. എന്താ തീവ്രവാദം? ഒരാശയത്തെ, ഒരു ബോധത്തെ, ഒരു മതത്തെ, ഒരു സത്യത്തെ അതിനെ സ്വാധീനിക്കാൻ തീവ്രമായി, അപകടകരമായി, ആയുധപരമായി ആളുകളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് നിലപാട് സ്വീകരിക്കുന്നതെല്ലാം തീവ്രവാദമാണ്. CPM പേരൂർ ലോക്കൽ സെക്രട്ടറി എ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെൻറ്റർ അംഗം കെ സുരേഷ്, ഏരിയ കമ്മിറ്റി അംഗം BK പ്രമോദ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ മുത്തലി, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M വിജയകുമാർ, കെ ശോഭന പ്രസാദ് എന്നിവർ സംസാരിച്ചു. പേരൂർ മേഖലാ സെക്രട്ടറി PC ജിജേഷ് സ്വാഗതവും MM റിസ്വാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ചെറുതുരുത്തിയിലെ കൊലപാതക കേസിലെ പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടിയ ചെറുതുരുത്തി CI അനന്തകൃഷ്ണനും സംഘത്തിനും ആദരം. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പോലീസുകാരെ ആദരിച്ചത്. പുതുശ്ശേരി ശ്മശാനക്കടൽ വെച്ച് നിലമ്പൂർ വഴിക്കടവ് സ്വദേശിയായ 39-കാരനായ സൈനുൽ ആബിദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി പുതുശ്ശേരി സ്വദേശികളായ 6 പേരെ കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമായി 24 മണിക്കൂറിലാണ് ചെറുതുരുത്തി CI അനന്തകൃഷ്ണനും മറ്റ് പോലീസ് സംഘവും ചേർന്ന് പിടികൂടിയത്. അന്വേഷണ സംഘത്തെ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത്. തിങ്കളാഴ്ച രാവിലെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ജനകീയ കൂട്ടായ്മ പ്രതിനിധികൾ പോലീസുകാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജനകീയ കൂട്ടായ്മ പ്രതിനിധി MV കുഞ്ഞിത്തു അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ നേതാക്കളായ ഷാജി പള്ളം, ഡോക്ടർ കേശവൻ, ഇബ്രാഹിം, PN അനിൽ, TS അഷ്റഫ്, CI അനന്തകൃഷ്ണൻ, SI സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഒരുവിധം നമ്മുടെ സമൂഹ രംഗത്ത് നടന്നു നിൽക്കുന്ന എല്ലാവരും സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം, ക്രൂരമായൊരു കൊലപാതകം ഉണ്ടായി. അത് പോലീസിൻ്റെ ജോലിയാണ് പ്രതികളെ കണ്ടുപിടിക്കുന്നത്, അവരെ നിയമത്തിന് മുൻപെത്തിക്കുന്നതും. ആ ജോലി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. അതിനൊപ്പം നമ്മുടെ ഇത് ഒരു ഓഫീസറുടെ ഒരു നേട്ടമൊന്നുമല്ല. ഇതിനൊപ്പം പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ടീമായിട്ടാണ് നമ്മുടെ പ്രാസംഗികർ പറഞ്ഞ ഒരു ടീമായിട്ട് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ഈ കുറ്റകൃത്യത്തിന് മാത്രമല്ല എല്ലാ കുറ്റകൃത്യത്തിലും പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ആദരവും നന്ദിയും അറിയിക്കുകയാണ്. കാരണം പോലീസ് എന്ന് പറയുമ്പോൾ അതൊരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അവരത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്നിരുന്നാലും ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നല്ല രീതിയിലും പ്രവർത്തിക്കാം, നമുക്ക് എല്ലാം ആ ഒരു രീതിയിൽ അങ്ങോട്ട് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാം. അപ്പോൾ കിട്ടുന്നത് പിടിക്കാം, അല്ലെങ്കിൽ പ്രത്യേകമായൊരു എഫർട്ട് എടുത്ത് പിടിക്കാം. ആ രീതിയിൽ ഒരു പ്രത്യേകമായൊരു എഫർട്ട് എടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നത് ആദ്യം നമ്മൾ യഥാ രാജ തഥാ പ്രജ എന്ന പോലെ നമ്മുടെ ISHO ഇൻസ്പെക്ടർ അനന്തകൃഷ്ണൻ സാർ അതിന് മുൻകൈ എടുക്കുന്നു. അതോടൊപ്പം താല്പര്യം അതിന് താഴെയുള്ള SIമാരും അതിനും താഴെയുള്ള സബ് ഓർഡിനേറ്റ്സായിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ്. ജനകീയ കൂട്ടായ്മ പ്രതിനിധി AK ഹരിദാസ് സ്വാഗതവും അഡീഷണൽ SI സാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
പൊതുജനങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന തരത്തിലാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഫ്രണ്ട് ഓഫീസാണ്. അതിൽ ഹെൽപ്പ് ഡെസ്ക് ആയിട്ടാണ് നമ്മളിന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഇവിടെ വന്നാൽ അടുത്ത അക്ഷയയിലേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ 1 ദിവസം 2 ദിവസങ്ങൾ നീണ്ടു വരികയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ഭരണസമിതി ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് കുടുംബശ്രീ മുഖേന്ദ്ര ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. ഈ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, K അശോകൻ, മുഹമ്മദ് അലി, മുജിബുദ്ദീൻ, ഷിഹാബുദ്ദീൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KB രമ്യ, TV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 12 മണിക്കൂർ നീളുന്ന പുതുവത്സര ആഘോഷം സംഘടിപ്പിക്കാനൊരുങ്ങുന്നു കേരള കലാമണ്ഡലം. ചെറുതുരുത്തി കേരള കലാമണ്ഡലം സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 31-ന് ഉച്ചയ്ക്ക് 2 മുതൽ ജനുവരി 1-ന് പുലർച്ചെ 1 മണിവരെ കലാമണ്ഡലം നിള ക്യാമ്പസിലാണ് ആഘോഷം. കേരളത്തിന്റെ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളുടെ ഈറ്റില്ലമായ കേരള കലാമണ്ഡലം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പങ്കാളിത്തത്തോടുകൂടിയാണ് കലാമണ്ഡലം ഡിമിസ്റ്റിഫയിങ് ട്രഡീഷൻസ് എന്ന പേരിൽ പുതുമയാർന്നതും വ്യത്യസ്തവുമായ 12 മണിക്കൂർ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. ഈ മാസം 31-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ജനുവരി 1-ന് പുലർച്ചെ 1 മണിവരെ ഭാരതപ്പുഴയോട് ചേർന്നുള്ള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ചാണ് പുതുവത്സര സാംസ്കാരിക സായാഹ്നം അരങ്ങേറുക. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളായ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം, തുള്ളൽ എന്നീ കലകളെ പരിരക്ഷിക്കുക, പരിപാലിക്കുക, പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യങ്ങൾക്കായി മഹാകവി വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ 1930-ൽ സ്ഥാപിതമായ കേരള കലാമണ്ഡലം ഇന്ത്യയിലെ ലോക പ്രശസ്തമായ കലാസ്ഥാപനങ്ങളിൽ ഒന്നാണ്. കലാമണ്ഡലത്തിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനായി പൊതുസമൂഹത്തിൻ്റെ വിശേഷിച്ചും കലാതൽപരരുടെ സഹകരണവും പിന്തുണയും സജീവ പങ്കാളിത്തവും അനിവാര്യമാണ്. പരിപാടിക്കുള്ള പ്രവേശനം തികച്ചും പാസുമൂലം നിയന്ത്രിച്ച് നടത്തുന്നതായിരിക്കും. പാസുകൾ വാങ്ങുന്നതിന് താൽപ്പര്യമുള്ളവർ കേരള കലാമണ്ഡലം വെബ്സൈറ്റ് www.kalamandalam.ac.in സന്ദർശിക്കണമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ പറഞ്ഞു. വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് വേദിയാവുകയാണ് കേരള കലാമണ്ഡലത്തിന്റെ നിള ക്യാമ്പസ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടുകൂടി പ്രശസ്ത സാമൂഹിക സംരംഭക ശ്രീമതി ലക്ഷ്മി മേനോനും സംഘവുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഥകളിയും കഥകളുടെ പിന്നാമ്പുറങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയ്ക്കും ഈ പരിപാടിക്കും പിന്നിൽ. കഥകളുടെ വ്യത്യസ്ത തലങ്ങൾ, വ്യത്യസ്ത വിഷയങ്ങൾ എന്നിവ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കഥകളി ആസ്വാദകരുടെയും കലാമണ്ഡലത്തിന്റെ അഭ്യുദയകാംക്ഷികളുടെയും ഒരു കൂട്ടായ്മ കൂടിയായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അന്യം നിലച്ചു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുടുംബ സംഗമങ്ങൾക്ക് കഴിയുമെന്ന് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി ഷെബിന ഷിഹാബുദ്ദീൻ പത്രിപ്പാല കാരുണ്യ ഭവനിൽ പത്രിപ്പാല കാരാക്കുളം ഫാമിലി മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പത്രിപ്പാല കാരുണ്യഭവനിൽ സംഘടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി തണലാണ് കുടുംബം ക്യാമ്പയിൻ്റെ ഭാഗമായി പത്രിപ്പാല കാരാക്കുളം ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി ഫെബിന ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അന്യം നിലച്ചു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുടുംബസംഘങ്ങൾക്ക് കഴിയുമെന്ന് അവർ പറഞ്ഞു. കുടുംബം എന്ന ഒരു സംവിധാനത്തിൽ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ, മനുഷ്യന്റെ തുടക്കം മുതൽ തന്നെയുള്ള ആ ഒരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യനെ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ച സകല ജീവജാലങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. അപ്പോ ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വല്ലാത്ത ഒരു അനുഗ്രഹം തന്നെയാണ്. കുടുംബങ്ങൾ കൂടുന്ന ഇടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചത് മസ്കൻ എന്ന പദം കൊണ്ടാണ്. സമാധാനമുള്ള ഇടം എന്ന ഒരു പദം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബങ്ങൾ കൂടുന്ന ഇടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. KM സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലയിൽ വിജയികളായ ഡോക്ടർ സ്മിയ ഫാത്തിമ, നസ്രീൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. KM മുഹമ്മദ്, KM ആദം, ഫക്രുദ്ദീൻ, ഹംസ, ആമിന, ബഷീർ എന്നിവർ സംസാരിച്ചു. കാരുണ്യഭവനിലെ അന്തേവാസികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു.
ചടങ്ങിന് കാരുണ്യഭവൻ സെക്രട്ടറി PA ശംസുദ്ദീൻ സ്വാഗതവും കാരുണ്യഭവൻ ഡയറക്ടർ കരീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വത്രിപ്പാല. മണ്ണൂർ കൊട്ടക്കുന്ന് ക്രേസി ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 17ാം വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത വാർഷികം ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ കൊട്ടക്കുന്ന് ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 17ാം വാർഷികം വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. ഏതൊരു കാര്യത്തിലാണെങ്കിലും എല്ലാവിധ സഹകരണങ്ങളും ഈ ക്ലബിന് ഉണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാദേശികമായി കൊണ്ട് തന്നെ ഇപ്പോൾ മാലിന്യമാണെങ്കിലും മറ്റു ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ എടുത്തു പറയാനും അത് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് മറ്റു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്താനും നമ്മുടെ ഈ ക്ലബിലെ ഭാരവാഹികൾക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ആണെങ്കിലും മറ്റു ഏതൊരു പ്രവർത്തനവും നല്ല നിലയിൽ എത്തിക്കാറുണ്ട്. ചടങ്ങിൽ S. ഷഫീർ അധ്യക്ഷനായി. വാടങ്കം സുനിത, സുനീർ, P. വിപിൻകുമാർ, സാഹിറ എന്നിവർ സംസാരിച്ചു. മണ്ണൂരിലെ സ്വരം വീട്ടിൽ രാമേന്ദ്രൻ ക്രേസി ക്ലബിന് സൗജന്യമായി നൽകിയ ഫാൻ ക്ലബ്ബ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തക സാഹിറയെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ വത്രിപ്പാല. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ മൗനജാഥയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മൗനജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം KN ആനന്ദജി, MT ജയപ്രകാശ്, PD ശശികുമാർ, KM ബിന്ദു, KR ചന്തു തുടങ്ങിയവർ സംസാരിച്ചു. പോകുന്നൊരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ ഭൗതിക നേതൃത്വമായി അല്ലാതെയും നിലകൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗ്. എന്നാൽ അനാരോഗ്യപരമായ കാരണങ്ങളാൽ വേണ്ടത്ര സംഭാവന നൽകുവാൻ പരിമിതപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. എന്തുകൊണ്ടും ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ രാജ്യത്തിനും പൊതുപ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമാണ്. ന്യൂസ് ബ്യൂറോ കോട്ടായി. മങ്കര റെയിൽവേ സ്റ്റേഷനു സമീപം യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. ഒറ്റപ്പാലം പാലപ്പുറം കല്ലമ്പുറത്ത് 38-കാരനായ രാജേഷാണ് മരണപ്പെട്ടത്. റെയിൽവേയുടെ പുല്ലുവെട്ടുന്ന കരാർ തൊഴിലാളിയാണ്. ജോലിക്കിടെ അബദ്ധത്തിൽ ട്രാക്കിനടുത്തേക്ക് നീങ്ങിയപ്പോൾ ട്രെയിൻ തട്ടിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. റെയിൽവേ സുരക്ഷാ സേനയും നാട്ടുകാരും ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അമ്മ ശാന്ത, സഹോദരൻ ജിജിത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മാന്തമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തമുണ്ടായത് ടെക്സ് 1 എന്ന ടയർ കമ്പനിയിൽ. സംഭവം തിങ്കളാഴ്ച പുലർച്ചെ. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക നിഗമനം. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ സാധ്യതയേറുന്നു. വേണാടിനു വേണ്ടിയുള്ള ആവശ്യം വീണ്ടും സജീവമാകാൻ കാരണം നിരവധി ട്രെയിനുകൾ പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ജനറൽ കോച്ചുകളുടെയും സ്റ്റോപ്പുകളുടെയും അപര്യാപ്തത. ആവശ്യമുന്നയിച്ച് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും നിവേദനം നൽകിയത് വിവിധ സംഘടനകൾ. 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പത്തിരിപ്പാലയിൽ ട്രാഫിക് സംവിധാനം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ല. വർഷങ്ങളോളമായി ജനങ്ങളുടെ ആവശ്യം ഉയർന്നു വന്നത് ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ. ടൗണിലെ അനധികൃത പാർക്കിംഗ്, ഇടുങ്ങിയ റോഡുകൾ യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.